ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വരുന്ന സൂപ്പർ കപ്പിലെ ടെലികാസ്റ്റിംഗ് പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നു. അത് നമ്മൾ വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഫറ്റോഡ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ മാത്രമായിരിക്കും ലൈവ് ഉണ്ടാവുക. ബാംബോലിം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരങ്ങൾ ലൈവ് ഉണ്ടാവില്ല. അതായത് മോഹൻ ബഗാൻ, മുംബൈ സിറ്റി, ഗോവ എന്നിവരുടെ എല്ലാ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളും ലൈവ് ഉണ്ടായിരിക്കും. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 മത്സരങ്ങൾ ഉണ്ടാവില്ല. അതായത് ഹൈദരാബാദ് FC, രാജസ്ഥാൻ യുണൈറ്റഡ് എന്നിവർക്കെതിരെയുള്ള മത്സരങ്ങൾ വീക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാം ഹൈദരാബാദ് FC നിലവിൽ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബായി മാറിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആശിഷ് നേഗി നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയും ഇപ്പോൾ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. അതായത് ഈ മത്സരങ്ങൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്യാത്തതിൽ ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനോട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഫെഡറേഷന് ഒരു ഇമെയിൽ അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ആ ഒരു ആശങ്ക കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് കടുത്ത അനീതിയാണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ആ ഇമെയിലിലെ പ്രസക്ത ഭാഗം ഇങ്ങനെയാണ്: ഇത് ക്ലബ്ബുകളോടും ആരാധകരോടുമുള്ള അനീതിയാണ്. സൂപ്പർ കപ്പിലെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ റോഡ് മാപ്പിൽ വിശ്വാസം പുലർത്തിയ സ്പോൺസർമാരോടുള്ള കടുത്ത അനീതിയാണ് ഇത്. ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അയച്ച ഇമെയിലിൽ ഉള്ളത്. കൂടെ ഡൽഹി സ്പോർട്ടിംഗ് ക്ലബ്ബും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. തങ്ങളുടെ 2 മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാത്തതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ക്ലബ്ബ് ഉയർത്തിയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഈ ഒരു ടെലികാസ്റ്റിംഗ് പ്രശ്നം പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.